ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് അവൽ വെച്ചിട്ട് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കുറച്ച് കപ്പലണ്ടി ഒന്ന് റെഡിയാക്കി എടുക്കണം. കടായി നന്നായിട്ടൊന്ന് ചൂടായ ശേഷം ഞാൻ അതിലേക്ക് കുറച്ച് കപ്പലണ്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 പിടി കപ്പലണ്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തുകൊണ്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി ചേർത്ത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഈ കപ്പലണ്ടി ഒന്ന് റെഡിയായിട്ട് വരുമ്പം അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറിയ ശേഷം ഇത് ചെറുതായിട്ട് പൊട്ടി വരും കേട്ടോ. ആ ഒരു സമയത്ത് നമ്മൾക്ക് ലോ ഫ്ലെയിമിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി ചേർത്ത് എടുത്തു കഴിഞ്ഞാൽ തന്നെ കപ്പലണ്ടി നല്ല രീതിയിൽ തന്നെ റെഡിയായിട്ട് കിട്ടും. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്ത ശേഷം നമുക്ക് ചൂടാറുമ്പോൾ ഇതിൻ്റെ തോലൊക്കെ മാറ്റി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ഇനി നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കരയാണ് തയ്യാറാക്കേണ്ടത്. ഞാനൊരു 150 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് തിളപ്പിച്ചെടുക്കുമ്പോൾ തന്നെ ശർക്കരയൊക്കെ അലിഞ്ഞിട്ട് നല്ല രീതിയിൽ തന്നെ ഇത് കിട്ടും. അതിനുശേഷം നമുക്കൊന്ന് അരിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ശർക്കരപ്പാനിയൊക്കെ ഒന്ന് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അവലാണ് റെഡിയാക്കി എടുക്കേണ്ടത്. ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഞാൻ ഒരു ബൗൾ നിറയെ അവലിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്കൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് കൊടുക്കാം. പാൻ നന്നായിട്ടൊന്ന് ചൂടായ ശേഷം ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തുകൊണ്ട് വേണം നമ്മളിത് ഇളക്കി ചേർത്തൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട്. അവൽ റെഡിയായിട്ട് വരുമ്പോൾ ഇതേപോലെ ചെറുതായിട്ട് വന്ന ശേഷം നമ്മൾ കയ്യിലെടുത്ത് നോക്കുമ്പോൾ ഒന്ന് പൊടിഞ്ഞു വരും. ആ ഒരു രീതിയിൽ വേണം നമ്മളിത് വറുത്തെടുക്കാനായിട്ട് കേട്ടോ. ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കരുത്, അവൽ കരിഞ്ഞു പോകും. ഇപ്പോൾ ഇത് ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. അവലിപ്പം നല്ലതുപോലെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഇനി നമ്മൾ വെളുത്ത അവൽ തന്നെ എടുക്കണമെന്നില്ല, ചുവന്ന അവലായാലും നമുക്ക് എടുക്കാവുന്നതാണ് കേട്ടോ. അതേ പാൻ തന്നെ അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യ് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പം അതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങ ചിരകി ഇതിട്ട് കൊടുക്കുന്നുണ്ട്. അതും ഒരു 2 പിടി തേങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതും കൂടി നല്ലതുപോലെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. തേങ്ങയുടെ വെള്ളമൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വറ്റി വരുന്ന ആ ഒരു രീതിയിൽ, ഒരുപാടങ്ങ് റോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ തേങ്ങ ഒന്ന് ആയി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി ഇതുപോലൊന്ന് അരിച്ച് ചേർത്ത് കൊടുക്കണം. ശർക്കരപ്പാനി നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മാറ്റാനായിട്ട് കേട്ടോ. ഇതിൽ അധികം അഴുക്കൊന്നും ഇല്ലായിരുന്നു. ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കി ചേർത്തിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം. ശർക്കരപ്പാനി ഒന്ന് തിളച്ച് വന്നിട്ട് ഒരു 2-3 മിനിറ്റ് വരെ നമ്മളൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കണം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന കപ്പലണ്ടിയാണ്. അതിൻ്റെ തോലൊക്കെ മാറ്റിയ ശേഷം അത് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ നമ്മളിതിലേക്ക് ഫ്ലേവറിന് വേണ്ടി കുറച്ച് ഏലക്കാപ്പൊടി ചേർക്കുന്നുണ്ട്. ഏലക്കയും കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് ഒന്ന് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. ഇത് രണ്ടും ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ട് ഒന്ന് ഇളക്കി ചേർത്ത് ഒന്ന് കൊടുക്കാം. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന നല്ലൊരു സ്വീറ്റ്സ് ആണ് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. നെയ്യ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് അവലാണ്. അവലൊന്ന് ചൂടൊക്കെ ഒന്ന് മാറി വന്നപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് കുറേശ്ശെയായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തുകൊണ്ട് വേണം ഇത് ഇട്ട് കൊടുക്കാനായിട്ട്. അവൽ ഇട്ട് കൊടുക്കുന്ന സമയത്ത് തന്നെ നമ്മളിത് ഇളക്കി ചേർത്ത് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇത് കട്ട പിടിച്ചിരിക്കും. ഇപ്പം നമ്മൾ അവലെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തുകൊണ്ട് തന്നെ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് യോജിപ്പിച്ചെടുക്കണം. ഈ പച്ച അവലെങ്ങും ഇരിക്കാത്ത രീതിയിൽ ശർക്കരപ്പാനിയുമായിട്ട് ചേരുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കുക. ഇളക്കി ചേർക്കുമ്പോൾ തന്നെ ഇത് നല്ലതുപോലെ ടൈറ്റായിട്ട് വരും കേട്ടോ. അവലായതുകൊണ്ട് തന്നെ നന്നായിട്ട് കുതിർന്ന് നല്ല ടൈറ്റായിട്ട് വരും. അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മൾ അവൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ഞാനിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇത് ടൈറ്റായിട്ട് വരുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണ്. അതേപോലെ ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചത് ഈ ഒരു പരുവത്തിൽ നമ്മൾ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുക്കാനായിട്ടൊന്ന് മാറ്റി വെക്കാം. ഇപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. എന്നാലും ചെറിയ ചൂടുണ്ട്, നമുക്ക് കൈകൊണ്ട് തൊടാൻ പറ്റുന്ന ഒരു ചൂടാണ് കേട്ടോ. അപ്പോൾ ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് കശുവണ്ടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. ഞാൻ ഇത് ഷേപ്പ് ചെയ്യാൻ എടുത്തിട്ടുള്ളത് ഇതുപോലെ ഒരു കുഴിയുള്ള ഒരു തവിയാണ് കേട്ടോ. അതിലേക്ക് ഞാൻ ഒരു കശുവണ്ടി ഇട്ട് കൊടുത്ത ശേഷം ഇതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്ത ശേഷം അമർത്തി നല്ലതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. ഇത് നമ്മൾ ഈ തവിയിലേക്ക് ഇതുപോലെ നിറച്ച് കൊടുത്ത ശേഷം കയ്യിലേക്ക് ഇതുപോലെ ഒന്ന് തട്ടി കൊടുത്താൽ മാത്രം മതി. നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഇത് ഇങ്ങനെ തന്നെ ഷേപ്പ് ചെയ്തെടുക്കണമെന്നില്ല, നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ.
അല്ലെങ്കിൽ തന്നെ ഇത് ഷേപ്പ് ചെയ്യണമെന്നുമില്ല, ഇങ്ങനെ തന്നെ നമുക്ക് കഴിക്കാവുന്നതാണ്. നമ്മൾ കാണാനൊരു ഭംഗിക്ക് വേണ്ടി നമ്മളിങ്ങനെ ഷേപ്പ് ചെയ്തെടുക്കുന്നതേ ഉള്ളൂ കേട്ടോ. നമ്മൾ നെയ്യൊക്കെ ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇത് ഇളക്കി എടുക്കാനും പറ്റും. അപ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ബാക്കിയുള്ളതും കൂടി പെട്ടെന്ന് തന്നെ ഇതുപോലെ ഒന്ന് ചെയ്തെടുത്ത് വരാം. അപ്പോൾ നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന അവല് കൊണ്ടുള്ള സ്വീറ്റ്സാണ് നമ്മൾ തയ്യാറാക്കിയേക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടും, നല്ല ടേസ്റ്റാണ് അതിന് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഇത് ചെയ്ത് നോക്കുക, ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും, അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് വളരെ പെട്ടെന്ന് തന്നെ കാണാം. അതുവരേക്കും ബൈ, താങ്ക് യു.